നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പാണഞ്ചേരി പഞ്ചായത്തിൽ ആൽപ്പാറ ഇവിപ്പടിയിൽ ബസ് കാത്തുന്ന വിദ്യാർത്ഥി ബസ് വന്നതിനെ തുടർന്ന് ബസ്സിൽ കയറാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്നെടുത്ത വാഹനത്തിൽ നിന്നും വീണ് പരിക്കേറ്റ കുട്ടി. ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘടന ബസ് ജീവനക്കാരുമായി സംസാരിച്ചുവെങ്കിലും ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ണാറയിൽ ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. നിങ്ങളുടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വണ്ടിയിലൊരു തൊഴിലാളി, ഞങ്ങളെല്ലാവരും പലരുടെ ജീവിതങ്ങളല്ല, ഞങ്ങൾ ആരും വലിയ സമ്പന്ന മക്കളല്ല. ഞങ്ങൾ ബസ്സിൽ പോകുന്നു, ചേട്ടൻ്റെ മക്കളും ബസ്സിൽ പോയിട്ട് നിൽക്കുന്നവരാവില്ലേ, ഉറപ്പല്ലേ? അല്ലാണ്ട് ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ പിള്ളേരോട് ഞങ്ങൾ ജനാധിപത്യത്തിൽ വണ്ടി തടയും, ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിൽ കയറും, കാല് തല്ലൊടിക്കും. ആ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ വണ്ടി ഇതിലെ ഓടില്ല, ചേട്ടാ വണ്ടി ഇതിലെ ഓടില്ല. ഇതിപ്പോ വണ്ടി തടഞ്ഞ ഞങ്ങളുടെ പേരിൽ കേസ് വരെ വരുള്ളൂ. ഞങ്ങൾ സ്ഥിരമായിട്ട് തടയാൻ തീരുമാനം ഞങ്ങൾ തടയും, തടഞ്ഞിട്ടും ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നവരെ ഞങ്ങൾ തടയിട്ടു. അപ്പൊ ആ അതൊന്നും വേണ്ട. വളരെ സൗഹൃദമായിട്ട് പറയണു, ഈ പിള്ളേർക്ക് ബസ്സിൽ പോണ പിള്ളേർക്ക് നിങ്ങൾ വണ്ടിയിൽ കയറ്റണം. അവര് പഠിക്കാൻ വേണ്ടി പോകുന്ന പിള്ളേരാണ്. പിന്നെ മാരേജിന് ഞങ്ങൾക്ക് കാണേണ്ടി വരും. ഇന്ന് സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ലേ, അത് വരും. നാളെ തൊട്ട് ഞങ്ങളുടെ പിള്ളേരോട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി ഇവിടെ നടന്നിടും കേട്ടോ. ഒരു ദിവസമല്ല, എന്നും നടന്നിടും. ഞങ്ങളുടെ ആവശ്യം വീണു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വണ്ടി നിർത്തിയില്ല. അല്ല, തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അല്ല, പക്ഷെ എന്താ വെച്ചാൽ ആള് പറഞ്ഞത് ഭയങ്കര മോശമായി. പിള്ളേരോടൊക്കെ മോശമായിട്ട് നമ്മളെല്ലാവരും വണ്ടിയിൽ പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. പിള്ളേരോട് നിങ്ങൾ വണ്ടി തടഞ്ഞാൽ അങ്ങനെയൊക്കെ വല്ല പരിപാടിയാണ് ചേട്ടാ. ഇപ്പൊ ഈ പരിപാടി അവസാനിപ്പിച്ച് കൊണ്ടുവരും കേട്ടോ. ആ ചേട്ടൻ മാനേജരോട് പറഞ്ഞാൽ മതി. ചേട്ടൻ്റെ മാനേജരോട് ഒന്ന് തരുമോ? ആളുകൾ വണ്ടിയിലല്ലോ. ഞങ്ങളുടെ പിള്ളേരോട് മോശം സംസാരിച്ചാൽ ഞങ്ങളുടേതല്ല, ഏത് പിള്ളേരോട് മോശം ചേട്ടനോ കണ്ടക്ടർ അത് മാനേജർക്കും കാര്യമില്ല. അവൻ മാനിയായിട്ട് സംസാരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ മാനിയോട് സംസാരിച്ചു അല്ലേ? ഞാൻ നിങ്ങളൊന്നും അനാവശ്യം പറഞ്ഞില്ല. അവൻ ഇത് പിള്ളേർ പറഞ്ഞ കാര്യമില്ല. അവൻ വണ്ടിയിലല്ലേ പണി നോക്കിയാൽ യാത്രക്കാരെ കാര്യം പറഞ്ഞ കാര്യമുണ്ട്. മാനേജർ അത് ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ മാനേജർ പറയുന്ന കാര്യം അവൻ വണ്ടിയിൽ നോക്കിയാൽ മതി. യാത്രക്കാരെ കാര്യം പറഞ്ഞ കാര്യമില്ല. അവനോട് പറയാം, കുറച്ച് പിള്ളേരെ ഡിവൈഎഫ്ഐക്കാർ അസുഖക്കാർ വണ്ടി നടന്നിട്ട് നടന്നു. ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാം. നാളെ തൊട്ട് ബസ്സിൽ കയറുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടായപ്പോൾ ചേട്ടാ ഞങ്ങൾ വണ്ടി നടന്നിടും. വണ്ടി നടന്നിട്ട് ഒരു ദിവസമൊന്നുമല്ല, ഞങ്ങൾ എന്നും നടന്നിട്ടുണ്ടോ. ചേട്ടാ ഇന്നലെ പിള്ളേർ വീണോട്ടോ, ഞങ്ങൾക്ക് സമയം എന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് മിനിറ്റ് വലുത് പിള്ളേർ വീണോട്ടോ എന്ന് പറഞ്ഞിരുന്ന. ചേട്ടാ വീട് ഞങ്ങളിലുണ്ട്, പറയുന്ന വീട് ഞങ്ങളിലുണ്ട്, പറയുന്ന വീട് അതായിരിക്കും ആളോട് പറഞ്ഞേക്ക്. സ്റ്റേഷനിലോട്ട് നമുക്ക് കാണാന്ന് പറഞ്ഞേക്ക് ആളുടെ അടുത്ത്.